കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ സമയമാണ് നാളെ മുതൽ 2.5 മാസം മുന്നിലുള്ളത്. 2025 സമ്മർ ട്രാൻസ്ഫർ ജാലകം നാളെ ജൂൺ 12 തുറക്കും. വരുന്ന ISL സീസണിലേക്ക് ടീമിനെ ശക്തിപ്പെടുത്താൻ ക്ലബിന് മുന്നിലുള്ള സുവർണ അവസരം കൂടിയാണ് വരുന്ന ഓഗസ്റ്റ് 31 വരെയുള്ള ഈ സമയം. കഴിഞ്ഞ വീഡിയോയിൽ അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു. അതിൽ പറയാത്തതായ ചിലതുകൂടി സൂചിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ. ലൂണയും മാനേജ്മെന്റും തമ്മിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ ഒരു തരത്തിലും ലൂണയുടെ വ്യക്തിപരമായ വിലപേശലുകളായിരിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ക്ലബിനോടും ആരാധകരോടും അത്രത്തോളം കമ്മിറ്റ്മെന്റ് ഉള്ള താരമാണ് അഡ്രിയാൻ ലൂണ. മറിച്ച് ഈ സീസണിലെങ്കിലും ഒരുപക്ഷെ ഇത് ലൂണയുടെ ബ്ലാസ്റ്റേഴ്സിലുള്ള അവസാന സീസൺ കൂടി ആയേക്കാം. ഈ സീസണിലെങ്കിലും മികച്ച ഒരു ടീമിനെ ഡേവിഡ് കറ്റാലയ്ക്ക് കീഴിൽ ആഗ്രഹിക്കുന്നുണ്ടാവണം ആരാധകരെ പോലെ തന്നെ അഡ്രിയാൻ ലൂണയും. അത്തരം നീക്കങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അതിനനുസരിച്ച് മാത്രം നിലപാടെടുക്കാനുമായിരിക്കും ലൂണ ഇപ്പോൾ ശ്രമിക്കുന്നത്. മോശം ടീമിൽ ഇനിയും തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് ലൂണയും തിരിച്ചറിഞ്ഞിരിക്കാം. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ബെറൂസിയ പോലെയുള്ള ഒരു വമ്പൻ ജർമ്മൻ ക്ലബ്ബുമായി പങ്കാളിത്തം ഉറപ്പിക്കുകയും സ്കൌട്ടിങ്ങിനും മറ്റുമായി നസീം അക്തറിനെ പോലെ പ്രഗത്ഭനായ ഒരു അനലിസ്റ്റുമൊക്കെ ക്ലബിൽ ഒത്തുചേർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മെച്ചപ്പെട്ട ഒരു ടീമിനെ കൂടി ഇക്കുറി ലഭിച്ചാൽ ഒരുപക്ഷെ ക്ലബിന്റെ നഷ്ടപ്പെട്ട കിരീടമോഹങ്ങളെ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നും മികച്ച ഒരു സീസണിന് ശേഷം പടിയിറങ്ങാമെന്നും ലൂണ കരുതുന്നുണ്ടാവും. അദ്ദേഹത്തെ കുറ്റം പറയാൻ കഴിയില്ല. നിലവിൽ റൂമറുകൾക്ക് കാതു കൊടുക്കുന്നില്ലെങ്കിലും ഇത്തവണ മികച്ച സൈനിങ്ങുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നുണ്ടായേക്കാമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഡേവിഡ് കറ്റാലയ്ക്കും ക്ലബിനും ദീർഘകാല പദ്ധതികൾ തന്നെ മുന്നിലുള്ളപ്പോൾ പ്രതിഭയുള്ള കളിക്കാരെ ടീമിലെത്തിക്കാതെ തരമില്ലല്ലോ. മാത്രവുമല്ല ഇത്തവണ കൂടി കളി കൈവിട്ടാൽ ഇപ്പോൾ തന്നെ ആടി ഉലഞ്ഞു നിൽക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന കപ്പൽ മുങ്ങുകയും ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാത്ത വിധം ക്ലബ്ബ് ഇല്ലാതാവുകയും ചെയ്യും.